ഓക്കെ, ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് എപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് വളരെ ഇത് ഓരോന്ന് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് റിഫോർമേഷൻ ഉണ്ടായത് ഈ ഒരു ഡോക്ടറിന്റെ കാരണത്താലാണ്. നവീകരണം ഉണ്ടായത് റോമൻ കാത്തലിക് ചർച്ചിൽ നിന്ന് 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റീഫോർമേഷൻ ഉണ്ടായി. റീഫോംഡ് ചർച്ചുകളുടെ തുടക്കം അല്ലെങ്കിൽ നവീകരണ സഭകളുടെ തുടക്കം ഉണ്ടാകുന്നത് ഈ ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയെ വേർതിരിക്കുന്ന, എന്നാൽ വലിയൊരു പങ്ക് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ ഒരു കാര്യം. നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ റോമാലേഖനം പഠിക്കുന്ന പോലെ അല്ല ഇത് ഒരു തിയോളജിക്കൽ അപ്രോച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളെയും നോക്കിയിട്ട് പൊതുവായി നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനാണ് ഇതൊരു വേദശാസ്ത്രപരമായ പഠനമാണ്. നീതീകരണം എന്നുള്ളതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് മുൻപിൽ നമ്മൾ നീതിമാന്മാരായി നിൽക്കുന്നത് എങ്ങനെ? ഹൗ ആർ വി ജസ്റ്റിഫൈഡ്? അല്ലെങ്കിൽ ദൈവത്തിന്റെ കോടതിയുടെ മുൻപിൽ നമ്മൾ നീതിമാന്മാരായി കാണപ്പെടുന്നത് എങ്ങനെ? എന്ത് അടിസ്ഥാനത്തിലാണ്? ഓക്കെ, വാട്ട്സ് അവർ റൈറ്റ് ലീഗൽ സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്? ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ കാത്തലിക്, ഓർത്തഡോക്സി, മറ്റ് ചർച്ചുകളിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകളെ വേർതിരിക്കുന്ന ഉപദേശമാണിത്. ഹൗ ആർ മെൻ ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ് എന്നുള്ള വിഷയം. അതാണ് സഭയിലെ ഏറ്റവും വലിയ പിളർപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ദ ഗ്രേറ്റ് സ്കിസം ഓഫ് ദ ചർച്ച് എന്നൊക്കെ പണ്ട് സഭാചരിത്രത്തിൽ പഠിക്കുന്നത്, ഗ്രേറ്റ് സ്കിസം ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞ സഭാ ചരിത്രത്തിലൊക്കെ പഠിക്കുന്ന ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചുമായിട്ട് പണ്ട് സ്പ്ലിറ്റ് ആയതാണ്. എന്നാൽ ആശയപരമായി അവർ തമ്മിൽ അത്ര വ്യത്യാസങ്ങളില്ല. എന്നാൽ ശരിക്കും രണ്ട് ഗ്രൂപ്പായിട്ട്, അതായത് ക്രിസ്ത്യൻ തോട്ട് പ്രോസസ് തന്നെ രണ്ടാക്കി വിഭജിച്ചത് ഈ ഒരു ഉപദേശമാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ അക്സെപ്റ്റഡ് ആകുന്നത്, ജസ്റ്റിഫൈഡ് ആകുന്നത് എന്നുള്ള ഒരു വിഷയമാണ്. നമുക്ക് കഴിഞ്ഞ പാഠങ്ങളിലെല്ലാം നമ്മൾ സുവിശേഷത്തിന്റെ വിളിയെക്കുറിച്ച് കേട്ടു. എഫക്റ്റീവ് കോളിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. വീണ്ടും ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും, വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ആ വീണ്ടും ജനനത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം വീണ്ടും ജനിക്കാത്തവർക്കുണ്ടാകുന്ന വിശ്വാസം രണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വീണ്ടും ജനിക്കാത്ത ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് കണ്ണ് കാണാത്ത ഒരാളുടെ വിശ്വാസമാണ്, അതായത് അന്ധവിശ്വാസമാണ്. അവൻ നിത്യമായ കാഴ്ചകളൊന്നും കാണുന്നില്ല. ആ ഫെയ്ത്ത്, ഓൾ ദോസ് തിങ്സ് ആർ റിലേറ്റഡ് ടു എർത്ത് തിങ്സ്. അപ്പൊ അങ്ങനെയുള്ള ഫെയ്ത്ത് അൺറീജനറേറ്റ് ആയ ഒരാളിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ വീണ്ടും ജനിച്ച ഒരാളിൽ ഉണ്ടാകുന്ന വിശ്വാസം നിത്യമായ പ്രത്യാശയെ സംബന്ധിക്കുന്ന, അത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കൺവേർഷൻ എന്നുള്ളൊരു വിഷയം മനസ്സിലാക്കി. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, വിശ്വാസവും മാനസാന്തരവും തമ്മിലുള്ള ബന്ധം നമ്മൾ നേരത്തെ ഒരു സെഷനിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഇനി നമ്മൾ നീതീകരണം എന്ന വിഷയത്തിലേക്ക് വരുന്നത്. ജസ്റ്റിഫിക്കേഷൻ, എങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നത്? ഓക്കെ, അതായത് നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് കാൽവരി ക്രൂസിൽ ക്ഷമിച്ചു എന്ന് നമുക്കറിയാം. ക്ഷമിച്ചിട്ടുണ്ട്. ആ ക്ഷമ ലഭിച്ചാൽ പോലും അതിൻ്റെ കൂടെയുള്ളൊരു സാധനമാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത് എന്നോട് ക്ഷമിച്ചു, എന്നാൽ ചെയ്തതിൻ്റെ ഗിൽറ്റ്, അതായത് ആ കുറ്റം എൻ്റെ മേൽ കണക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷമിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മീ ഹു ഡിഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചത് കൊണ്ട് കർത്താവിന്റെ നീതിയിലേക്കുള്ള ആ വിളി നമുക്ക് ലഭിക്കുകയും ചെയ്തു. നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുറ്റവാളിയാണ് ഞാൻ, കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ
പാപമോചനം സംഭവിച്ചിട്ടുണ്ട്. ആ പാപമോചനം എനിക്ക് ലഭിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ കുറ്റം ചെയ്ത ആളാണ്. അതായത് ആ കുറ്റം എന്ന് പറയുന്നത് എൻ്റെ മേൽ ചാർത്തപ്പെട്ടിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരടി എന്നെ ഒരാടി അടിച്ചു എന്ന് വിചാരിച്ചു. ഞാൻ അയാൾ ക്ഷമിച്ചു, പക്ഷെ അയാൾ അടിച്ച ആളെന്നുള്ള ലേബൽ അയാൾക്ക് മാറിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശരിയല്ലേ? അപ്പൊ അടിച്ച ആളെന്നുള്ള ലേബൽ മാറിയിട്ടില്ല. അപ്പോൾ എന്താണ് ശരിക്കും ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്? ജസ്റ്റിഫിക്കേഷനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ ഒരു മോമെന്റിൽ കർത്താവ് ചെയ്യുന്ന ഒരു ഡിക്ലറേഷനാണ്. ചേസ് എന്ന ആളെ കുറിച്ച് കർത്താവ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു: നിന്റെ എല്ലാ പാവങ്ങളെയും ക്ഷമിക്കപ്പെട്ടതും മായ്ച്ചു കളയപ്പെട്ടതുമായി ഞാൻ കണക്ക് കൂട്ടുന്നു. ക്രിസ്തുവിന്റെ നീതി നിനക്ക് ഞാൻ നൽകുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം എന്നോട് പറയാണ്, എൻ്റെ കണ്ണിൽ നിന്നെ ഞാൻ നീതിമാൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും നീതീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കും. ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മനുഷ്യർക്കെല്ലാം ഉള്ളൊരു പ്രവണതയാണ്. അത് ബ്രദറെ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അതിനാണ് നമ്മൾ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. പക്ഷെ ദൈവം ഇരുന്നുകൊണ്ട് അവൻ നീതിമാനാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും വേദപുസ്തകത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാലുള്ള നീതീകരണം എന്ന് പറയുന്നത്. വി ആർ കൗണ്ടഡ് ആസ് റൈച്ചസ് ആൻഡ് the righteousness of Christ is given to us while we are still sinners. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മോചിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ നീതി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ നീതി വെച്ച് എന്നെ നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഈ ഒരു ഉപദേശത്തിനകത്ത് നേരത്തെ ബിജു ബ്രദർ പറഞ്ഞ പോലെ ഒരു അപകടമുണ്ട്. അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നീതീകരണം എന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കുന്നത് അത് എന്ത് ചെയ്താലും നീതീകരിക്കുന്ന. ഇപ്പൊ ചില അപ്പനന്മാർ അങ്ങനെയാണ്, മക്കൾ എന്നാ ചെയ്താലും അവൻ നീതീകരണം കണ്ടെത്തി, ആ സാരമില്ല, അവനങ്ങനെ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ഉണ്ട്. അവന് പാപം സഹിക്കാൻ വയ്യാത്ത ദൈവമാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. പാപം സഹിക്കാൻ വയ്യാത്ത ദൈവമാണ്. അത് മക്കളിൽ കണ്ടാലും ആരിൽ കണ്ടാലും. സോ ഗോഡ് ഹാസ് എ unique nature in which he hates sin. അപ്പൊ പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം പാപിയായ ഒരു മനുഷ്യനെ നീതീകരിക്കണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ സ്നേഹം മാത്രം വെളിപ്പെട്ടാൽ പോരാ, അവിടെ ദൈവത്തിനുള്ള പാപത്തോടുള്ള വെറുപ്പും വെളിപ്പെടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാം? പാപിയെ നീതീകരിക്കുന്നതിന് പകരം പാപത്തെ നീതീകരിക്കും. നമ്മുടെ ലിമിറ്റഡ് ബുദ്ധിയിൽ നമ്മൾ സൗജന്യമായ നീതീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം പാപത്തെ നീതീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പാപം ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് നെവർ ജസ്റ്റിഫൈസ് സിൻ ആൻഡ് ഐ ബിലീവ് ഹി ഡസ് നോട്ട് ഈവൻ ഫോർഗീവ് സിൻസ്. ആ ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഹി ഫോർഗീവ്സ് ദ സിന്നർ. ആ ഭാഷ സിന്നെന്ന് ഉപയോഗിച്ചാലും പാപങ്ങൾ ക്ഷമിച്ചത് നമ്മളോടാണ് ക്ഷമിച്ചത്. That means it's basically forgiveness is not directed towards our sins. Forgiveness is directed towards this person. വ്യത്യാസമുണ്ടോ അതിന്? ഇപ്പൊ പാപങ്ങളോട് ക്ഷമിക്കുമല്ല, പാപിയോട് ക്ഷമിക്കുവാണ്. പാപങ്ങളോട് ദൈവം ഒരു കരുണയും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതീകരണത്തിനകത്ത് ദൈവത്തിന്റെ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അത് ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നത് പോലെ തന്നെ പാപത്തോടുള്ള വെറുപ്പും വെളിപ്പെട്ടില്ല എങ്കിൽ സംഭവിക്കുന്നത്, ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ ആവശ്യമില്ലാതെ നീതീകരിക്കുന്നത് പോലെ ദൈവവും അവരുടെ പാപങ്ങളെ നിസാരവൽക്കരിക്കുകയും
സാങ്ഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറും എന്നുള്ളതാണ്. സോ ജസ്റ്റിഫിക്കേഷൻ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ഡോക്ട്രിൻ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ദൈവം എങ്ങനെയാണ് ഒരു പാപിയെ നീതീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിന്റെ കാരണം ഇതാണ്, ദൈവത്തിന് പാപത്തോട് വെറുപ്പും പാപിയോട് സ്നേഹവും രണ്ടും 100% ആണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഉപദ്രവിക്കുന്ന ഒരാൾ, ഇപ്പം വത്സ സിസ്റ്റർ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഒരാൾ ഒരു എതിരെ വന്നു കഴിഞ്ഞു, അവരുടെ പാപത്തോടുള്ള വെറുപ്പ് 100% ആയിരിക്കുന്ന പോലെ ഈ പാപം ചെയ്യുന്ന ആളോടുള്ള സ്നേഹം 100% ആയി കഴിഞ്ഞാൽ എന്ത്? അപ്പൊ ദൈവത്തിന്റെ എന്താ പറയുന്നേ, ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്, പാപിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും പാപത്തെ അലോ ചെയ്തുകൊണ്ടല്ല, സാങ്ഷൻ ചെയ്തുകൊണ്ടല്ല, ആ പാപത്തെ വെറുത്തുകൊണ്ടും അതിനെ എടുത്തു മാറ്റിക്കൊണ്ടും അതിന്റെ ശിക്ഷാവിധി നടപ്പാക്കിക്കൊണ്ടും തന്നെയാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത്. അപ്പോൾ ശരിക്കും ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അതായത് നീതീകരണത്തിനകത്ത് ദൈവത്തിന്റെ സ്നേഹം മാത്രമല്ല കാണുന്നത്, പാപത്തോടുള്ള അവന്റെ വൈരാഗ്യവും അതായത് വെറുപ്പും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദൈവം എങ്ങനെയാണ് എന്നെ നീതിമാൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കതിന് ചില വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാമോ? അല്ലെ ഞാൻ വായിക്കാം. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. അതാണ് 29. എന്നാൽ ജനം ഒക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. ഓക്കെ, ആ ദൈവത്തെ നീതീകരിച്ചു എന്നുള്ളത് ഈ ചുങ്കക്കാരും പരീശന്മാരും എല്ലാം എന്ത് ചെയ്തു? യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. അത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു മിനിറ്റ്. When all the people heard this, and the tax collectors too, they declared God just, having been baptized with the baptism of John. Okay. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു? അത് കേട്ടോണ്ടിരുന്നപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? ദൈവം നീതിമാനാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? ഇങ്ങനെ ഒരു പ്രൊവിഷനിലൂടെ വചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെടാൻ വേണ്ടി ഒരു പ്രൊവിഷൻ കർത്താവ് യോഹന്നാനോട് വെച്ച് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ദൈവത്തിന്റെ വചനത്തെയും പ്ലാനിനെയും മറിച്ചു കളഞ്ഞപ്പോൾ ഈ ചുങ്കക്കാരും പാപികളും വന്ന് ആ മാനസാന്തരപ്പെട്ടിട്ട് പറയാണ് ദൈവം നീതിമാനാണ്. അപ്പൊ അവരാരെ നീതീകരിച്ചത്? ദൈവത്തെയാണ് നീതീകരിച്ചത്. എന്ത് കാര്യത്തിൽ ദൈവം നീതിമാനാണ്? ഈ പാപികളോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ ദൈവം നീതിമാനാണ്. മാനസാന്തരം എന്നൊരു പ്രൊവിഷൻ ഞങ്ങൾക്ക് വെച്ചു എന്നുള്ളതിനാൽ ദൈവം നീതിമാനാണ് എന്ന് അവരെ പ്രഖ്യാപിക്കുന്നു. സോ ജസ്റ്റിഫൈഡ് ഗോഡ്. അപ്പോൾ ദൈവം യോഹന്നാനിലൂടെ അവർക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു വഴി വെച്ചിരുന്നു എന്നുള്ളതിനാൽ ദൈവം നീതിമാനാണ് എന്നവർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ദൈവത്തിന്റെ നീതിയാണ് ഏതിൽ വെളിപ്പെടുന്നത്? മനുഷ്യരെ രക്ഷിക്കാനുള്ള അവരുടെ പദ്ധതിയിൽ വെളിപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എങ്ങനെയാണ് ദൈവത്തെ നീതീകരിക്കുന്നത്? അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ നീതിയെ ചോദ്യം ചെയ്യാറുണ്ടല്ലേ? പലരും ചോദിക്കാറുണ്ട്, ദൈവം നീതിമാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, ചില ആൾക്കാരുടെ ഇഷ്ടം പോലെ പൈസ, ചില ആൾക്കാർക്ക് ഒട്ടുമില്ല, ചില ആൾക്കാർ സുവിശേഷം പല പ്രാവശ്യം കേൾക്കുന്നു, വേറെ ആൾക്കാരുടെ അടുത്ത് ഒരു പ്രാവശ്യം പോലും എത്തുന്നില്ല. അപ്പൊ ദൈവം എന്ത് നീതിമാനാണെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊവിഷൻ കണ്ടപ്പം ജനങ്ങൾ പറയാണ് ദൈവം നീതിമാനാണ്. അപ്പൊ ദൈവം നീതിമാനാണ് എന്നുള്ളത് വലിയൊരു വെളിപ്പെടുത്തലാണ്. സോ വി ഡിക്ലെയർ ഗോഡ് ടു ബി റൈച്ചസ്. അതൊരു ഭയങ്കര, കാരണം ദൈവം നീതിമാനാണെന്നുള്ള ഒരു എസെൻഷ്യൽ ഡോക്ട്രിൻ അല്ലേ? ദൈവം ഒരിക്കലും നീതി അല്ലാത്ത ഒന്നും ചെയ്യുന്നില്ല, ഈവൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ വി നീഡ് ടു സീ ദ ജസ്റ്റിസ് ഇൻ എവറിഥിങ്. ദൈവം ചെയ്യുന്ന എല്ലാത്തിനകത്തും നമ്മൾ എന്ത് കാണേണ്ടത് ആവശ്യമാണ്? നീതി കാണേണ്ടത് ആവശ്യമാണ്. കാരണം നീതി അല്ലാത്തത് ഒന്നും ചെയ്യുന്നില്ല.
അത് മനുഷ്യന്റെ നീതിയെ തൃപ്തിപ്പെടുത്തണമെന്നൊരു നിർബന്ധമില്ല. എങ്കിൽ പോലും എപ്പോഴും ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീതി ആയിരിക്കും. ഓക്കെ, അപ്പൊ ദൈവത്തെ നീതിമാനായിട്ട് പറയും. എന്നാൽ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഡോക്ടറിൻ ദൈവത്തെ ആക്കുക എന്നുള്ളതല്ല, ദൈവം നമ്മളെ നീതിമാന്മാരാക്കുന്നത്. അതിനകത്ത് വലിയൊരു ഐറണി. ദൈവം ചെയ്യുന്ന എല്ലാം നീതിയാണ്, അതുകൊണ്ട് അവന് നീതിമാൻ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മനുഷ്യർ ചെയ്യുന്ന ഒന്നും നീതിയല്ല. അവനെ നീതിമാൻ എന്ന് വിളിക്കാൻ പ്രയാസമാണ്. അത് സത്യം മാത്രം ഉള്ള ദൈവം, ബോഷ്ക്ക് പറയാത്ത ദൈവം, വിശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ദൈവം, പാപിയായ ഒരു മനുഷ്യനെ നീതിമാനെന്ന് വിളിക്കണമെങ്കിൽ അത് സത്യമായിരിക്കണമെങ്കിൽ, ഇപ്പൊ ചേസിനെ റൈച്ചസ് എന്ന് ദൈവം വിളിക്കണമെങ്കിൽ അത് സത്യമായിരിക്കണമെങ്കിൽ അവിടെ വലിയൊരു പരിപാടി നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വലിയൊരു പ്രോസസ് ഓഫ് സാൽവേഷൻ അവിടെ നടക്കണം. ആ പ്രോസസ് ഓഫ് സാൽവേഷനോട് മാത്രമേ എന്നെ നീതിമാനെന്ന് ദൈവത്തിന് വിളിക്കാൻ പറ്റുള്ളൂ. ഇത് അനേകം വാക്യങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ, അതെല്ലാം ഇപ്പൊ ഒന്നിച്ച് വായിക്കുന്നില്ല. റോമാലേഖനം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 1, 2, 3 അധ്യായങ്ങളിലെല്ലാം, റോമാലേഖനം 5-ാം അധ്യായത്തിൽ എല്ലാം ഈ ഒരു ഭാഗം, അതായത് ദൈവം നമ്മെ സൗജന്യമായി നീതീകരിക്കുന്നത് എങ്ങനെ. 4-ാം അധ്യായം റോമർ 4 എബ്രഹാമിന്റെ കഥയൊക്കെ നമ്മൾ 10 പ്രാവശ്യം റോമാലേഖനം സംസാരിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമായിരിക്കാം. അവിടെ 4-ാം അധ്യായത്തിൽ പറയുന്നത് പ്രവൃത്തി കൂടാതെ ദൈവം നീതീകരിക്കുന്നതാണ്. അതായത് പ്രവൃത്തിയെ വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിനെയും നീതിമാനെന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, അല്ലെ? ദൈവത്തെ നോക്കിക്കഴിഞ്ഞാലോ പ്രവൃത്തി വെച്ചുകൊണ്ട് ദൈവം നീതിമാനെന്ന് പറയാൻ പറ്റും. എന്നാൽ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തി നോക്കി ഒരിക്കലും നീതിമാനെന്ന് അവനെ വിളിക്കാനോ നീതീകരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വിശ്വാസത്തിലൂടെ മനുഷ്യനെ നീതീകരിക്കുവാൻ അവനൊരു പദ്ധതി ഉണ്ടാക്കി. അപ്പൊ നമ്മളെ നീതീകരിക്കുവാൻ, നമ്മളെ നീതിമാന്മാരെന്ന് വിളിക്കുവാൻ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഫെയ്ത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുക മാത്രമല്ല, നീതിമാന്മാരായി മാറുക കൂടി ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ പാപങ്ങൾ ക്ഷമിച്ച് ഇവൻ നീതിമാൻ വീട്ടിൽ പൊയ്ക്കോട്ടെ എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെ ശരിക്കും നീതിമാന്മാർ ആക്കുന്നു. ഇപ്പൊ വെൻ ദ ലോർഡ് കോൾസ് മീ റൈച്ചസ്, അതിനർത്ഥം എന്താണ്? ദൈവം ഒരുവനെ നീതിമാൻ എന്ന് വിളിച്ചാൽ അതിനർത്ഥം നീതിമാനാണോ അല്ലയോ? നീതിമാനാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ഓക്കെ, അപ്പൊ ദൈവം ഒരാളോട് ചേസ് നീതിമാനാണെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ കിടന്ന് എത്ര ബഹളം വെച്ചാലും ഞാൻ ആരായിരിക്കുള്ളൂ? നീതിമാനായിരിക്കുള്ളൂ. കാരണം ദൈവം അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ നിത്യതയിൽ പോയിരിക്കുമ്പോഴും ഞാൻ നീതിമാനായിരിക്കുള്ളൂ. കാരണം ദൈവം അങ്ങനെ പറഞ്ഞതിന് അർത്ഥം എന്താ? അതിനൊരു ഇറ്റേണൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ നീതീകരണത്തെ കുറിച്ച് നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ഉള്ളവരാണ്. അതിന്റെ കാരണം ദൈവം ഒരാളെ നീതിമാൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റം വിധിക്കാൻ ആർക്കും കഴിയില്ലെന്ന് മാത്രമല്ല, ആ നീതീകരണം, ദൈവത്തിന്റെ നീതീകരണം, ഇത് ശരിക്കും രക്ഷ അനുഭവിച്ച ഒരാൾക്ക് മാത്രമുള്ളവർ വളരെ കുറവാണ്. വചനം കേൾക്കുന്നവർ തന്നെ വളരെ കുറവാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ശരിക്കും ദൈവം ഒരാളെ നീതിമാൻ എന്ന് വിളിച്ചാൽ അത് 10 വർഷത്തേക്കല്ല. ദൈവം എന്നെ നീതിമാൻ എന്ന് വിളിക്കുന്ന ഒരു എറ്റേണൽ കോളിംഗ് ആണ്. അതായത് അപ്പൊ ദൈവത്തിന് ഒരു കാര്യം അറിയാം. ഒന്ന്, ഇവന്റെ പാപത്തിന്റെ പരിഹാരം ഞാൻ കാൽവരി ക്രൂശിൽ കണ്ടിട്ടുണ്ട്. പാപത്തിന്റെ റെമിഷൻ ഓഫ് സിൻസ്, അതായത് ഇവന്റെ പേരിൽ ഗിൽറ്റ് കണക്കുകൂട്ടപ്പെടുന്നില്ല. ആൻഡ് ദാറ്റ് ഗിൽറ്റ് ഈസ് ഇൻബ്യൂട്ടഡ് ടു ക്രൈസ്റ്റ് എന്നുള്ള കാര്യം കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഐ എം നോട്ട് കൗണ്ടഡ് എ സിന്നർ, ദാറ്റ് മച്ച് ഈസ് ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ നീതിമാനാക്കി മാറ്റാനുള്ള എല്ലാ പ്രൊവിഷനും, ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റാനുള്ള എല്ലാ പ്രൊവിഷനും കർത്താവ് റെഡിയാക്കി വെച്ചിട്ടാണ് എന്നെ എന്തെന്ന് വിളിക്കുന്നത്? നീതിമാൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് MBBS അഡ്മിഷൻ കിട്ടി. നമ്മൾ ചുമ്മാ പറയാണ് ആ ഡോക്ടറെ എന്ന് വിളിക്കുന്നത്, തമാശയായിട്ട് വിളിക്കുന്നത്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഇയാൾ ഡോക്ടറായി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം പരീക്ഷ പാസ്സായില്ലെങ്കിൽ എന്നാ ചെയ്യും? അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവന് കുറെ കഴിയുമ്പം വേണ്ട എന്ന് വിചാരിച്ച്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി MBBS അഡ്മിഷൻ ഒക്കെ കിട്ടി. 2-ാം വർഷമാണ്, 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അവൻ തീരുമാനിക്കുന്നത് സുവിശേഷ വേലയ്ക്ക് പോയേക്കാം. അവൻ MBBS വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് പോയി. വീട്ടിലെല്ലാം ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അവൻ ഡോക്ടറായില്ല. അപ്പൊ അവൻ 1-ാം വയസ്സിലെ 1-ാം വർഷം തന്നെ ഡോക്ടറെ എന്ന് വിളിച്ചായിരുന്നെങ്കിൽ അത് ഭയങ്കര തെറ്റായി പോയി. കാരണം നമുക്കറിയില്ല നാളെ എന്തായിരിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവന് ഇത് അന്ത്യം വരെ തികയ്ക്കാൻ അറിയാവുന്ന ദൈവം ഒരാളെ നീതിമാൻ എന്ന് വിളിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് ഭയങ്കര കോൺഫിഡൻസാണ്. ഈ കോൺഫിഡൻസ് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നുള്ളതല്ല. എൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം എല്ലാം മാറി ഞാൻ നീതിമാനായി തേജസ്സോടെ അവൻ്റെ മുമ്പിൽ നിൽക്കും എന്നുള്ളൊരു പ്രത്യാശ. ആ പ്രത്യാശ ഒരു ഭയങ്കര പ്രത്യാശയാണത്. കാരണം അത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പ്രത്യാശയാണ്. എൻ്റെ സ്വപ്നമായിട്ടത് മാറുക ചെയ്യുന്ന ആ നീതീകരണത്തിലൂടെ. ദൈവം എന്നെ നീതിമാൻ എന്ന് വിളിക്കുമ്പോൾ ദാറ്റ് ഗീവ്സ് മീ സോ മച്ച് ഓഫ് എനർജി ടു ബി റൈച്ചസ്.
അപ്പൊ എന്നെ നീതിമാനെന്ന് ദൈവം വിളിക്കുന്ന പറഞ്ഞിട്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ആ ഒരു അല്ലെ എന്താ പറയുന്നത് ഒരു എൻ്റെ ഉള്ളിൽ അത് അറിയാം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, അവന്റെ കോളിംഗ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നീതിമാനാകാൻ വേണ്ടിയാണ്, ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. അപ്പൊ നീതീകരണത്തിന് നമ്മൾ രക്ഷിക്കാൻ, നീതിയിലേക്ക് നടത്താനുള്ള കഴിവുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജുഡീഷ്യൽ ഡിക്ലറേഷൻ, ഇറ്റ് ഓൾസോ ഹാസ് ദ പവർ ടു സേവ് മീ. അതായത് എന്നെ നീതിയിലേക്ക് നടത്താൻ മാത്രം സ്നേഹം, എന്നെ അനുസരിപ്പിക്കാൻ മാത്രം സ്നേഹം അതിനകത്ത് പാക്ഡ് ആണ്. അപ്പം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഡോക്ടറിനാണ്. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ല. കാരണം അവരെപ്പോഴും കുറ്റവും ശിക്ഷയും നീതി അനീതി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ നീതിയുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്നതുകൊണ്ട് അവരപ്പോഴും അവരുടെ ജഡത്തെ ട്രസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നാളെ ഞാൻ ശരിയായിക്കോളും എന്ന് ജഡത്തെ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ ദൈവം സൗജന്യമായി തരുന്ന നീതീകരണത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം ദർ സ്റ്റിൽ ട്രസ്റ്റിംഗ് ദർ ഫ്ലഷ് ടു ബി റൈച്ചസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അനേകം വാക്യങ്ങളുണ്ട്. പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരു വർക്കും ചെയ്യാത്തവനെ ദൈവം എന്ത് ചെയ്തു? നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു. അത് ഭയങ്കര അത്ഭുതകരമായ ഒരു വാക്യമാണ്. ഈ എന്തുകൊണ്ടാണ് ദൈവം ഒരു വർക്കും ചെയ്യാത്തവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നത്? അത് ശരിക്കും ശരിയാണോ? നീതിയാണോ? നമ്മൾ പലപ്പോഴും ചോദിക്കാനൊരു ചോദ്യമുണ്ട്, എന്താ കർത്താവേ ഒരു പണിയും ചെയ്യാത്ത ഇവനെ പോലുള്ള ഒരുത്തിനൊക്കെ നീതിമാൻ എന്ന് വിളിച്ച്, ഇവിടെ ആണെങ്കിൽ എന്താ സ്വത്ത് വരെ ദാനം ചെയ്ത് എന്താ പറയുന്നേ കഷ്ടപ്പെട്ട് സുവിശേഷം പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, കിഡ്നി കൊടുക്കുന്നവരൊന്നും നീതിമാൻ എന്ന് വിളിക്കാതെ ഈ റോഡിലൂടെ നടക്കുന്നവരെ നീതിമാൻ എന്ന് വിളിച്ചത് എന്താ കർത്താവ്, എന്ത് നീതിയാണെന്ന് പരീക്ഷന്മാർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പൊ കർത്താവ് പറയുന്നത് അർത്ഥം അവൻ ഒന്നും ഒരു പണി എടുക്കാത്തോണ്ടോ നീതിമാനായി എന്നല്ല. ഒരു എക്സാമ്പിൾ ഇങ്ങനെ, ഒരു പരീക്ഷൻ, ഞാനൊരു പരീക്ഷനായിരുന്നു. ഓക്കെ, യഹൂദന്മാരുടെ പരീക്ഷനല്ലായിരുന്നു, ഒരു ചോട്ടാ പരീക്ഷ. അപ്പോൾ ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ നീതി കണ്ടു കഴിഞ്ഞപ്പം ഞാൻ കർത്താവോട് പറയാം, കർത്താവെ ഒന്നും പ്രവർത്തിക്കാത്തവനാണ് ഞാൻ, അവൻ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോധത്തിലേക്ക് ഞാൻ വന്നാൽ മാത്രമാണ്. അതായത് എൻ്റെ പ്രവൃത്തികൾ കൗണ്ട്, ഞാൻ എന്ത് വലിയവനായാലും എൻ്റെ പ്രവൃത്തികൾ കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് ഞാൻ വരുമ്പോഴാണ് കർത്താവിന്റെ നീതി എനിക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു. ഇതുവരെ ഞാൻ മനുഷ്യന്റെ പ്രയത്നത്തിലായി. അപ്പൊ മനുഷ്യന്റെ പ്രയത്നത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ നീതിമാനാവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കർത്താവെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അയ്യോ ഞാൻ പാവിയാണ്, ഐ റിസൈൻ ഫ്രം മൈ എഫേർട്സ് എന്നിട്ട് പറയാം, കർത്താവെ നീ എന്നെ നീതിമാനാക്കിയില്ലെങ്കിൽ ഞാൻ പോകാം. ഇപ്പൊ പ്രവർത്തിക്കാത്തവൻ എന്നൊരു ലേബൽ ഞാൻ എനിക്ക് തന്നെ തരുവാണ്. എൻ്റെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ തീർന്നു. ഇപ്പൊ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എനിക്ക് തരുന്ന ലേബൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തിക്കാത്തത്, ഒരു ഗുണവുമില്ലാത്ത. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും, ഞങ്ങൾ ഒരു ഗുണമില്ലാത്തവരാണ് കർത്താവെ, ഞങ്ങൾ ഒരു നന്മയും ഇല്ലാത്തവരാണ് എന്ന് പറയും. തിരിച്ച് വൈകിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വീട്ടിൽ പറയും, ഞാൻ നിന്നോട് എന്തുമാത്രം നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യും. പക്ഷെ ദൈവത്തോട് ഇത്തിരി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു നന്മയും ചെയ്തിട്ടില്ല. അപ്പൊ കേട്ടോണ്ടിരുന്ന മക്കൾ പറയും, ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന് കർത്താവിന്റെ അടുത്ത് പറഞ്ഞതാണോ ശരി, അതോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നതാണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, അവിടെ അത് ശരി, ഇവിടെ ഇത് ശരി, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥനയെ പറയുന്ന എല്ലാം സത്യം, പക്ഷെ പ്രസംഗിക്കുമ്പോൾ ഉപദേശം പറയുമ്പോൾ അത് സമ്മതിക്കില്ല. പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞാൻ പുഴുവാണ്, പൊട്ടാണ്, ഒരു പ്രയോജനമില്ല, കർത്താവ് നീ എന്നെ നിന്റെ അടുത്താണ്, നിന്റെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തിയോളജി പറയും അങ്ങനെ പൊട്ടുകളെ കൊണ്ട് മാത്രം രക്ഷിക്കാൻ പറ്റത്തില്ല, നീതി ചെയ്തില്ലെങ്കിൽ നീതിമാനാകുമോ, മുട്ടുകുത്തും ഉടനെ പറയാം, അയ്യോ ഞാനൊന്നുമല്ലേ, ഒന്നുമല്ല. സോ ദർ ഈസ് എ ഹിപ്പോക്രസി ദർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരുടെയും മുമ്പിലും അതേ ബോധം തന്നെ ഉണ്ടത്, ഒന്നും ചെയ്തിട്ടില്ല. ദാറ്റ്സ് എ കൺസിസ്റ്റന്റ് സ്പിരിറ്റ്. എനിക്ക് ഒരൊറ്റ സ്വഭാവമാണ്, ഇരുമനസ്സില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്, ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. കർത്താവ് എല്ലാം ചെയ്യണം. അപ്പൊ ഞാൻ കർത്താവിനെ അങ്ങ് ആശ്രയിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണേ പടം വരയ്ക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറയുന്നത്, അതിലും വലിയ കള്ളത്തരം കാണുമായിരിക്കും, ഓർമ്മയിലില്ല. എൻ്റെ റെക്കോർഡ് ബുക്കിന് പടം വരച്ചത്, ബയോളജി റെക്കോർഡ്സിന് പടം വരയ്ക്കും. എനിക്ക് പടം വരയ്ക്കാൻ പോയിട്ട് ഒരു പേന പിടിക്കാനുള്ള ശ്രമം പോലും ഇല്ല. എൻ്റെ ഒരു സഹോദരനാണ് ആ പടം വരച്ചു തന്നത്. അത് ചതിയാണ്. ബോണാഫൈഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ടൊക്കെ കൊടുത്തു. പക്ഷെ ഞാനല്ല വരച്ചത്. അതിനകത്ത് പല പടങ്ങൾ, പല പിക്ചേഴ്സ്. ചിലതൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്, അത് കണ്ട നേരത്തെ ദൂരെ തന്നെ അറിയാം ഇത് ഇവൻ വരച്ചതായിരിക്കും. ഓക്കെ, അപ്പോ എന്നെ കൊണ്ട് പറ്റുകയില്ലാത്തൊരു കാര്യം കർത്താവ് പറയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണ് ശരിക്കും നമ്മളെ നീതിമാനാക്കുന്നത്. കർത്താവ് നീ തന്നെ ചെയ്തോ, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് നീ തന്നെ ചെയ്യും, ഞാൻ മരിച്ചു, ഞാൻ പിന്മാറി,
ഞാൻ എന്നെ തന്നെ ഡിനൈ ചെയ്തു. ഐ ഡിനൈഡ് മൈസെൽഫ്. ഐ ഡിനൈ മൈസെൽഫ്. അപ്പൊ ജസ്റ്റിഫിക്കേഷനകത്ത് ഈ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഭയങ്കര പോയിന്റാണ്. ഐ ഡൺ നത്തിങ്. കാരണം ഐ എം വെയിറ്റിംഗ് ഫോർ ഗോഡ്സ് ജസ്റ്റിഫിക്കേഷൻ. ഞാൻ അതേ സമയത്ത് എന്നെ തന്നെ നീതീകരിക്കും. എനിക്ക് ആ സ്വഭാവം ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ ആൾക്കാർ അങ്ങനെ കണ്ടുപിടിക്കുന്നില്ല. കണ്ടുപിടിച്ചാലുണ്ട് പറയല്ല. അതാണ് എൻ്റെ പ്രശ്നം. പണ്ടൊക്കെ കണ്ടുപിടിച്ചാൽ പറയുമായിരുന്നു. അന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുമായിരുന്നു, നിനക്ക് എന്ത് ചെയ്താലും ഈ സ്വയം ന്യായീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പൂച്ച എവിടെ നിന്ന് വീണാലും 4 കാലിൽ വീഴുന്ന പോലെ പറഞ്ഞു ജയിക്കാൻ പറ്റില്ലേ, എന്ത് പറഞ്ഞാലും ന്യായം കണ്ടുപിടിക്കുന്നതിനോട് പലരും പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പറയുമായിരുന്നു. ഇപ്പൊ അടുത്ത കാലം അങ്ങനെ പറയുന്നില്ല. ഞാൻ നന്നായതുകൊണ്ടാകാൻ സാധ്യതയില്ല. അത് മിക്കവാറും എന്നോട് പറയാനുള്ള ഒരു ആക്സസ് അവർക്ക് കുറഞ്ഞു പോയിണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും മനുഷ്യന് എന്തൊക്കെ സ്വഭാവം ഉണ്ടെന്ന് അവന് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഒരു ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നത്, ഒന്നും ചെയ്തിട്ടില്ല കർത്താവേ, എൻ്റെ ഒരു പ്രവൃത്തിയും കൗണ്ട് ചെയ്താലും ഞാൻ പോക്കാണ്. ഇപ്പൊ ഇങ്ങനെ ആ റെക്കോർഡ് ബുക്കിൽ പടം വരച്ച് കൊടുത്തിട്ടേ സാറിങ്ങനെ നോക്കുവാണ്, ഈ മാർക്ക് എത്ര കൊടുക്കണം, എൻ്റെ കൗണ്ട് ചെയ്താൽ പോക്കാം, ഒന്നും കിട്ടത്തില്ല. എൻ്റെ 5-6 പിക്ചേഴ്സ് അതിനകത്തുണ്ട്, അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരച്ച ഒന്നും കൗണ്ട് ചെയ്യല്ലേ, ഞാൻ വരച്ച ഒന്നും കൗണ്ട് ചെയ്യരുത്, അത് നോക്കരുത്. അയാൾ നോക്കുമ്പം മറ്റേ വരച്ചത് മാത്രമേ കാണാവുള്ളൂ, മറിച്ച് നോക്കുമ്പോൾ. കാരണം ഞാൻ ചെയ്തതിനകത്തൊന്നുമില്ല. അപ്പൊ കർത്താവ് എനിക്കൊരു പകരക്കാരനായിട്ട് വരുമ്പോൾ, കർത്താവ് നീ ചെയ്തത് മാത്രമേ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് മുമ്പിലുള്ളൂ, ബാക്കിയുള്ളതിനകത്തൊന്നും ഒരു വകയില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് ശരിക്കും ഞാൻ റിയലി ബ്രോക്കൺ ആണ്. നത്തിങ് ടു ഗെയിൻ എന്ന് പറയാം. അത് ശരിക്കും ദൈവത്തിന് മുമ്പിലുള്ള ആ ഫീലിംഗ് ദൈവത്തിന് മുമ്പിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് എല്ലാ മനുഷ്യരുടെ മുമ്പിൽ അത് അങ്ങനെ തന്നെയാണ്. എല്ലാ മനുഷ്യരുടെ മുമ്പിലും നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഉള്ളൂ. ആ ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മളെ ഇരുമനസ്സില്ലാത്തവരാക്കി ഏക മനസ്സുള്ളവരെ കർത്താവിന് മുമ്പിൽ നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ വേറൊരാളെക്കാളും ശ്രേഷ്ഠനല്ലാത്തതും എല്ലാവരും തിരുത്തപ്പെടേണ്ടവരായിരിക്കുന്നതിൻ്റെയും കാരണം. ഓക്കെ, അപ്പോൾ ജസ്റ്റിഫിക്കേഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജസ്റ്റിഫിക്കേഷൻ മനസ്സിലാക്കി തന്നെ നമ്മുടെ തലയ്ക്കകത്ത് വലിയൊരു ഭാരം അങ്ങ് പോകും. എന്ത് കഷ്ടപ്പെട്ടാണ് കർത്താവ് നമ്മളെ ഒന്ന് നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഇതൊരു വലിയ ലോങ് സ്റ്റഡിയാണ്. കുറച്ച് ദിവസം ഒരു 3-4 ആഴ്ചയെങ്കിലും ഈ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു വിഷയത്തിലൂടെ നമ്മൾ പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയുന്നത് റോമർ 8:33-34 വാക്യങ്ങൾ കാണാൻ പഠിച്ചാലും നല്ലതാണ്. ഹൂ ഷാൽ ബ്രിങ് എനി ചാർജ് അഗെയിൻസ്റ്റ് ഗോഡ്സ് എലക്ട്? ഇറ്റ് ഈസ് ഗോഡ് ഹൂ ജസ്റ്റിഫൈസ്, ഹൂ ഈസ് ടു കണ്ടം. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആര് കുറ്റം വിധിക്കും? ദൈവം നീതീകരിച്ചവരെ ആര് കുറ്റം വിധിക്കും? ആർക്കും പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വില്ലെന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആ ഓർഡിനേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. വാട്ട് ഹി ഓർഡെയിൻസ് സ്റ്റാൻഡ്സ് ഫോർ എവർ. ഓക്കെ, അതുകൊണ്ട് ദൈവം നീതീകരിച്ചവരെ കുറ്റം വിധിക്കാൻ ആർക്കും പെർമിഷൻ ഇല്ല. ഈ ആർക്കും പെർമിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാണ്, ഞാൻ അങ്ങനെ പലതും ചെയ്യും, പക്ഷെ ദൈവം എന്നെ നീതീകരിച്ചാണ്, ഇനി നീ ആരാണ് എന്നെ കുറ്റം വിധിക്കാൻ എന്ന് പറയാം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം നീതിമാൻ എന്ന് വിചാരിച്ച ഒരാളുടെ തെറ്റാര് കാണിച്ചു കൊടുക്കുന്നുള്ള അർത്ഥത്തിലല്ല. അത് ക്രിസ്തുവിനും മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്നെ പാവബോധം വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റില്ല. കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നരകത്തിൽ പോകുമെന്ന് പറയുന്നതിനാണ് ഈ വിധി എന്ന് പറയുന്നത്. നീ രക്ഷപ്പെടില്ല, നീ നശിക്കും എന്ന് പറയുന്നതിനാണ് വിധി എന്ന് പറയുന്നത്. അത് ദൈവം തീരുമാനിക്കും. ദൈവത്തിന് അത് അറിയുള്ളൂ. നമ്മൾ കുറ്റം പറയരുത്, അഭിഷേകത്തിനെ കുറ്റം പറയരുത്, ഇതൊക്കെ മതത്തിന്റെ തന്ത്രങ്ങളാണ്. കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്, അവനോട് തന്നെ പറയണം. അതിന് ധൈര്യമില്ലെങ്കിൽ മിണ്ടരുത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ മറ്റുള്ളവർ തന്നെയാണ് എപ്പോഴും നല്ല വഴി, നമ്മളല്ല. നമ്മൾക്കൊരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നല്ലതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയോണ്ടാണല്ലോ ഞാനത് പറഞ്ഞത്. അപ്പോൾ ഒരു നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ഒരു കറക്റ്റ് പിക്ചർ, ആരാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു കറക്റ്റ് പിക്ചർ എനിക്ക് ദൈവത്തിന് മാത്രമേ തരാൻ സാധിക്കും. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു ബ്രോക്കൺനെസ്സിലേക്ക്, എൻ്റെ റിയൽ സ്വഭാവം എന്താണെന്നുള്ളൊരു ബ്രോക്കൺനെസ്സിലേക്ക് എന്നെ വിടാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കഴിയുമ്പം അവർ രക്ഷിക്കപ്പെടാത്തവരാണ് വലിയൊരു പങ്കും. അപ്പൊ അവരുടെ സിമ്പതി കാണി, അവരെ അത്രേ പറ്റുള്ളൂ. ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാളോട് നീ സ്നേഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പറ്റും? അവരുടെ ഫ്ലഷിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയുള്ളൂ. ദേ ക്യാൻ ഓൺലി ജസ്റ്റിഫൈ ദംസെൽവ്സ്. അപ്പൊ ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ എതിർ ശക്തിയിലെ കൗണ്ടർ ഫോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇഫ് യു ആർ ജസ്റ്റിഫൈങ് യുവർ സെൽഫ്, ഗോഡ് ഈസ് നോട്ട് ഗോയിങ് ടു ജസ്റ്റിഫൈ യു. അതാണ് പരീശന്മാർക്ക് പറ്റിയത്.
they justified themselves. If you justify yourself, God is not justifying you. അതുകൊണ്ടാണ് ഞാൻ ഓസ്വാൾഡ് ചേമ്പേഴ്സിന്റെ ഒരു പുസ്തകം ഞാൻ 2007 മുമ്പാണ് വായിച്ചത്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, "O Lord, save me from the sin of vindicating myself." എന്നെ തന്നെ എപ്പോഴും നീതീകരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. ഞാൻ അന്ന് തൊട്ട് അതെന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്റെ സ്വഭാവം ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ വിൻഡിക്കേറ്റീവ് സ്പിരിറ്റ്, അതായത് സ്വയം എന്താ പറയുന്നത്, നീതീകരിക്കാനുള്ള ഒരു സ്പിരിറ്റ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണേ എപ്പോഴും കർത്താവിന് പറയാറുണ്ട്. കാരണം ദൈവത്തിന് മാത്രമേ അങ്ങനെ നമ്മളൊന്നും അല്ല എന്നുള്ള ആ ചിന്തകളിലേക്ക് ശരിക്കും വന്നാലേ നമ്മൾ ദൈവത്തിന്റെ ജസ്റ്റിഫിക്കേഷന്റെ ബ്യൂട്ടിയും അതിനുള്ള സ്തോത്രവും നമുക്ക് പെരുകുള്ളൂ. If I am nothing, the Lord justifies me and I glory in him and I am thankful to him for that justification. അവരുടെ നീതീകരണത്തിന് ഞാൻ നന്ദിയുള്ളവരാണ്. കാരണം ഞാൻ ഒരു വാല്യൂ എന്നിൽ കാണുന്നില്ല. അപ്പൊ എന്നിൽ ഒന്നും കാണാത്തതുകൊണ്ട് ദൈവം എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് I am thankful for the justification that the Lord has given me. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. We will discuss it further next Monday morning Indian time, same time 6:30. ഈ പുതിയ Zoom ID ആയിരിക്കും നമ്മൾ ഇനി മുമ്പോട്ട് ഉപയോഗിക്കുന്നത്. God bless you all. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങൾ നീതീകരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയില്ലാത്തവരായിരുന്നെങ്കിലും കർത്താവെ, അവിടുത്തെ പുത്രൻ മരണം അനുഭവിച്ച് ഞങ്ങളുടെ ആ പാപത്തെ ഒഴിച്ച് ഞങ്ങൾക്ക് നീതി നൽകി, നീതിമാനെന്ന് വിളിക്കപ്പെട്ട് നിത്യമായി അങ്ങയുടെ മുമ്പിൽ നിൽക്കേണ്ടവരെന്ന് വേർതിരിക്കപ്പെട്ട് കർത്താവെ അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ അവിടുന്ന് നിലനിർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ചു കൂട്ടി വരുന്നതിനായിട്ട് സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു. അന്ത്യത്തോളം ഇത് തേക്കാൻ അങ്ങ് കഴിയും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആണ്.